ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു മെസ്സേജാണ്. അവര് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പാത ശരിയാണോ എന്നുള്ളതാണ്. അതിനുള്ളൊരു ഗൈഡൻസ് ആണ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, കളക്റ്റീവ് ആണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ നിമിഷം വരെ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ പറയുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. ആദ്യം തന്നെ കാർഡ് വന്നത് പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുണ്ട്, ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ആണ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് വന്നത്, ഡെസ്റ്റിനി ആണ്. ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ്. എയ്റ്റ് ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, Ace of Swords, Ten of Pentacles. ഇത് നോക്കാം. Two of Cups വന്നിട്ടുണ്ട്. Ten of Wands ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അതേ ആ ഒരു വഴി ശരിയാണോ, മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നത് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ വന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വിക്ടറി ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ കാണും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പോകുന്നത് ശരിയാണോ, മുന്നോട്ട് എനിക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ ഉള്ള തോന്നലുണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളെ ഇൻഡ്യൂഷനെയൊക്കെ നിങ്ങൾ അവഗണിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ആ ഇൻഡ്യൂഷൻസ് എല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒരു എയ്റ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ വേദനയോടെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായി വിചാരിച്ചതും ഏറ്റവും സന്തോഷത്തോടെ ചെയ്തിരുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് കാണുന്നുണ്ട്. ആ ഉപേക്ഷിച്ചതിനെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല എന്നാണ് ടു ഓഫ് കപ്സ് പറയുന്നത്. തിരിച്ച് അത് നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട്. വീണ്ടും നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ ഒരു വിക്ടറിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തൽക്കാലം അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അതോ അതിലപ്പുറം നല്ലതോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇതിലുപരി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വേണ്ട എന്നാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ മാറ്റി വെച്ചതായിരിക്കാം. അത് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കാം.
പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് അതെന്നാണ് കാണുന്നത്. ആ ഒരു കാര്യം ശരിക്കും നിങ്ങളുടെ പാഷൻ നിങ്ങളിലേക്ക് എത്തുന്നു. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ത്യാഗം സഹിച്ചതുപോലെ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിഷമിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ആ വിഷമത്തിലിരിക്കുന്നതായിരിക്കും, ഇപ്പോഴും ആ ഒരു വിഷമത്തിലായിരിക്കും. എന്നാലും ഞാനത് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ദൈവം കൊണ്ട് തരും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ്. ഇതിൽ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് പ്രണയമാണെങ്കിൽ ആ ഒരു പ്രണയം നിങ്ങളെ തൽക്കാലത്തേക്ക് നിങ്ങളിലേക്ക് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾ കണക്ഷൻ ഉള്ളൊരു കാര്യമോ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇത് ലവേഴ്സ് കാർഡും ടു ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തിരുന്ന ചിലപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾ പാസ്റ്റ് ലൈഫിലും ഇത് അനുബന്ധിച്ചുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്ത ആൾക്കാരായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രണയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു കാര്യം ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾക്കത് വിട്ടിട്ട് പോകേണ്ടി വന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും. കാരണം നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ ലോസ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ശരിക്കും വിഷമമാണ് എന്നുള്ളതാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ തിരിച്ച് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരും. പക്ഷെ അത് ഇപ്പോഴല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്. പിന്നെ അടുത്ത ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് പരിവർത്തനം നടക്കുന്നു, ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ആ ഒരു പൊതുവായ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അപ്പിയറൻസിൽ മാറ്റം വരുന്നുണ്ടായിരിക്കാം. നേരത്തെ ഉള്ള ആളായിരുന്നിരിക്കില്ല നിങ്ങൾ. കാരണം നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ മാറ്റം വരും. അങ്ങനെ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 10 of Wands ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പൊ ഈ 10 of Wands എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ എൻഡ് ആകുന്നു എന്നുള്ളതിന്റെ ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങൾ വളരെ ദുർഘടമേറിയ ഒരു ജീവിതയാത്രയിൽ ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് എൻഡ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു എൻഡിങ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വിക്ടറി ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ എൻഡ് ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പെയിൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന അത്രമാത്രം സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളെ തന്നെ ശരിക്കും നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വാസം ഇല്ലാതെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലായി പോകും. കാരണം അത്രമാത്രം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അത് ഒരു ചെയിൻ പോലെ അടുത്തത് വീണ്ടും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു കാര്യം കഴിഞ്ഞ് അത് ആ ഒരു കാര്യം ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ ഇങ്ങനെ അടുത്ത കാര്യം നിൽക്കും. അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആകുന്നതിന് മുന്നേ തന്നെ അടുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ മടുത്തു. പക്ഷേ ആ ഒരു കാര്യം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സൈക്കിൾ, ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആകുന്നതിന്റെ ഒരു കാരണം കൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ
അത് നിങ്ങളിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് പല ഗുഡ് ന്യൂസും കേൾക്കാൻ പറ്റും, പല തിരിച്ചറിവും ഉണ്ടാകും എന്നാണ് കാണുന്നത്. ഒരു ഏസ് ഓഫ് സോർട്സ് ആണ്. പല തിരിച്ചറിവും ഉണ്ടാകും, പുതിയ തുടക്കങ്ങൾ, നിങ്ങൾ തന്നെ ഒരു പുതിയ വ്യക്തിയായി മാറുന്നതാണ്. ഈ മോശമായ ഈ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ പുതിയ വ്യക്തിയായി മാറുന്നു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നു, നിങ്ങൾ മറ്റൊരു മനോഭാവത്തിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലും. കാരണം നിങ്ങൾ മറ്റുള്ള ഒരാളിനെ കാണുന്ന ആ ഒരു രീതി പോലും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമയം വരെ അന്ധമായിട്ട് മറ്റുള്ളവരെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങളെല്ലാവരെയും ആരെയും പെട്ടെന്നങ്ങ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. പക്ഷേ അതാണ് വേണ്ടത്. ഈ അന്ധമായി വിശ്വസിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്, ഈ ഒരു സാഹചര്യം നിങ്ങളെ ഈ ഒരു പരീക്ഷണത്തിലേക്ക് ഏർപ്പെടുത്തിയത് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഇത്രയധികം ആ ഒരു കഠിനമായ ഒരു ജീവിത യാത്രയിലൂടെ നിങ്ങൾക്ക് നടക്കേണ്ടി വന്നതെന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയധികം പരീക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ചതികളും ഒരുപാട് വഞ്ചനയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെയും കൂടെ നിന്ന് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാനാണ്, അത് കൺഫേം ആക്കാനാണ് വീണ്ടും വീണ്ടും ആ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്. ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളെ പോലെ മറ്റുള്ളവരെ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളെ കാണുന്നത് പോലെ മറ്റുള്ളവരെ കണ്ട ആൾക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി വിചാരിച്ചു, ഇനി അങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാകൂല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്, അതൊരു വലിയ ലൈഫ് ലെസനാണ്. ആ ഒരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് അവസാനമായിട്ട് വന്ന കാർഡ്. അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒരുപാട് കൂടെ നിന്നവരെല്ലാം ചതിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ മറ്റുള്ളവര് നിങ്ങളുടെ ആ ഒരു വീഴ്ചയിൽ സന്തോഷിച്ച ആൾക്കാർ ആയിരിക്കാം. ഒരുപാട് ആൾക്കാര് നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾ വിചാരിച്ച ആൾക്കാര്, അവരെല്ലാരും നിങ്ങളുടെ ഒരു വീഴ്ചയിൽ തീർച്ചയായിട്ടും അവർ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ നിമിഷം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സങ്കടത്തിൽ നിങ്ങളുടെ കൈ പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നത് അവർ നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അനുകമ്പയൊക്കെ കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അവര് അതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. അപ്പോൾ അതായത് മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായത്. കാരണം നിങ്ങൾ ആ ഒരു പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് 10 of Pentacles വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പൂർണ്ണതയാണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ലെസൺ, ഈ ഒരു പാഠം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. ആരെയും നിങ്ങൾ അന്ധമായി വിശ്വസിക്കൂല. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സിൽ ഏത് ഭാഗത്താണ് നമുക്ക് പാളിച്ച വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്തുകൊണ്ടാണ് ആ ബിസിനസ് തകർന്നു പോയത് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഇനി ഒരാളെയോ അല്ലെങ്കിൽ ആ സെയിം വ്യക്തിയെയോ ഇനി പെട്ടെന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ചതി തന്നാൽ പോലും നിങ്ങൾക്ക് വളരെ പെയിൻ ഒന്നും കാണില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും, ഈ വ്യക്തി ഇങ്ങനെയാണ്. മറ്റുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ ഇതൊരു പ്രചോദനമാകണം എന്നതാണ്. ഇതൊരു ഗൈഡൻസ് ആയി തന്നെ സ്വീകരിക്കണം. നിങ്ങൾ എടുത്തിരിക്കുന്ന ആ തീരുമാനം കൃത്യമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ പോകുന്ന ആ ഒരു വഴി കറക്റ്റാണ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഇത് അനുയോജ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.